ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യും ഫോർ ലേണിംഗ് പർപ്പസ്. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ നാളെ എന്തായാലും ഓഫാണ്. സോ തേഴ്സ്ഡേ ആണ് ട്രേഡിംഗ് ഡേ ഉള്ളത്. അന്നത്തെ അനലൈസിസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നാളെ 2 ഒക്ടോബർ ആയതുകൊണ്ട് നാളെ തന്നെ ഓഫായിരിക്കും, മുടക്കായിരിക്കും കേട്ടോ. യെസ്, നിഫ്റ്റിയിൽ ഫസ്റ്റ് നമ്മുടെ ഞാൻ ഒരു ബൗൺസാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പ്യൂർലി ഇന്ന് വന്നത് താഴേക്ക് കറക്റ്റ് അവിടെ നിന്ന് ഡെയിലോ ടച്ച് ചെയ്ത് വീണ്ടും സഡൻ മോർണിംഗ് ഫസ്റ്റ് മിനിറ്റ് തന്നെ ഒരു ബൗൺസ് കിട്ടി. ആ ബൗൺസ് തന്നെ ശരിക്കും സെലോൺ റൈസ് ആയിരുന്നു, ബട്ട് പെർഫെക്റ്റ് ബൗൺസ് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ സസ്റ്റെയിൻ ചെയ്തില്ല. നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെ ആയിരുന്നു 25,900 തന്നെ. സെറ്റ് അവിടെ നിന്ന് താഴേക്ക് ദെൻ ഫുൾ ഡേ സൈഡ് വേസ് ആണ്. സെലേഴ്സ് ഡേ ആയിരുന്നു. ആകെ കുറച്ചൊരു ഡിപ്പ് മാത്രമേ ഇത് കിട്ടുള്ളൂ, ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് യെസ്, നിഫ്റ്റി ഇനി ഒരു നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന് പറയാം. റീസൺ ഞാൻ നേരത്തെ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. ഈ ഒരു ഹ്യൂജ് വോല്യൂം ഇത് ഇവിടെയും വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ലൊരു ഹ്യൂജ് വോല്യൂമാണ് നമ്മുടെ ഈ ഏരിയയിൽ വന്നേക്കുന്നത്. ഓക്കെ, സോ ഈ വോല്യൂം വന്നേക്കുന്നത് അന്ന് ലാസ്റ്റ് ആ സമയത്ത് ലാസ്റ്റിൽ പ്രൈസ് എവിടെ ആയിരുന്നു? ഈ ഏരിയ 25,782 റൈറ്റ്. കണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ അനലൈസിസ് ചെയ്താലേ നമുക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. കണ്ടോ, ഈ രണ്ട് ലാസ്റ്റ് ക്യാൻഡിൽസിനാണ് അന്ന് വോല്യൂം വന്നത്. സോ ആ ഒരു സമയത്ത് പ്രൈസ് എവിടെ ആയിരുന്നു? നിയർ 25,750 to 800. ഓക്കെ, ആ ഒരു 50 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ ഹ്യൂജ് വോല്യൂം വന്നത്. ആ ഒരു വോല്യൂം നിങ്ങൾ കണ്ടോ? നേരത്തെ ഈ ഒരു ഹൈറ്റുള്ള വോല്യൂം എവിടെയും വന്നിട്ടില്ല. കണ്ടോ, ഇത് ഇവിടെയാണ് കുറച്ച് വോല്യൂം ഉണ്ട്, ബട്ട് ഈ ഒരു ഹൈറ്റുള്ള വോല്യൂം വേറെ എവിടെയും കണ്ടു. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഏതാ? 25,750 to 800. ഓക്കെ, ഈ ഒരു ലെവൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയത് അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയില്ല. ബട്ട് യെസ്, നമുക്ക് ഈ ഒരു ഏരിയ 50 പോയിൻറ്റ്സിൻ്റെ ഏരിയ നല്ല ഒരു നമ്മുടെ ഒരു സോണാണ്. നല്ലൊരു ബൈയിങ് സോണാണോ എന്ന് കറക്റ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. യെസ്, ബട്ട് ഇത് ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ ബിഗ് ഫണ്ടിൻ്റെ ഒരു ഏരിയ ആണ്. കണ്ടോ, ഇന്ന് ആ ഒരു ഏരിയ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ കൺസോളിഡേറ്റ് ആയത്. നല്ലൊരു കൺസോളിഡേഷൻ ഇന്ന് കഴിഞ്ഞതാണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രൈസ് വോല്യൂം എല്ലാം നമ്മൾ തിരിച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഒരു ട്രയാങ്കിൾ കൂടി ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ ഇവിടെ സസ്റ്റെയിൻ ആയിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ചാൻസസ് ഫസ്റ്റ് ഇവിടുന്ന് ബൗൺസ് കിട്ടേണ്ടതാണ്. ബട്ട് ഇപ്പോൾ ലൈവ് മാർക്കറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ മുടക്ക് കൂടിയാണ്. സോ ബൈ ചാൻസ് മൺഡേ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ നമുക്ക് പറയാനില്ല. ബട്ട് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എവിടെ? 26,000 ആണ് കറക്റ്റ്. 25,990 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഇതായിരിക്കുള്ളൂ. ബാക്കി ചെറിയൊരു ഇടയ്ക്കൊരു റെസിസ്റ്റൻസ് 25,900 ആണ്. അത് ഏതാ ഇന്നത്തെ ഒരു ഹൈ ആ ഒരു ഏരിയ. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും. 25,900 ഒരു ചെറിയൊരു സ്മോൾ റെസിസ്റ്റൻസ് ആണ്. സപ്പോസ് ഇതിൻ്റെ അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ 25,990, ദാറ്റ് മീൻസ് 2760 ആൻഡ് 27,660 അവിടെ വരെ പ്രൈസ് പോകും. ഈ ഏരിയ ഫുൾ റെസിസ്റ്റൻസ് സോണാണ്. ഏതാ? നമ്മുടെ 26,000 to 660. ഇവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് വരേണ്ടതാണ്. റീസൺ, ഈ സമയത്ത് കുറച്ച് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ് ആണ് കാണുന്നത്. റീസൺ ഇത് കണ്ടോ, നല്ലൊരു സെൽ ഓഫ് വന്നേക്കാണ്. ഇപ്പോൾ കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ ഇവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഒരു ഫ്രഷ് സെല്ലേഴ്സ് വീണ്ടും ജനറേറ്റ് ആവും. ഓക്കെ, അത് എവിടെ ആകുമെന്ന് വെച്ചാൽ അത് ഏരിയ എങ്ങനെയാണ്? നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ പോവുക. ഓക്കെ, നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യണം. ടോപ്പ് ടു ഈ ലെഗ്. കാരണം ഇവിടുന്ന് ഒരു ഹൈ അടിച്ചു, ദെൻ ലോ അടിച്ചു, പിന്നെ ഒരു ഹൈ ആണ് അത് പോയേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോ ആണ് നമ്മുടെ ലോ, ആൻഡ് ദെൻ ഹൈ അറ്റ് ടോപ്പ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ലെഗ് നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ ഇതിനകത്ത് ഫിബ് റിട്രേസ്മെൻറ്റ് നമ്മൾ ടോപ്പ് ടു ഹൈ ഇതിന് യൂസ് ചെയ്യും. ഇത് കണ്ടോ, ഇനി പ്രൈസ് കൺസോളിഡേഷൻ എവിടെ കിടക്കണം? കണ്ടോ, ലാസ്റ്റ് പോയിന്റിലാണ് 25,790.
ഓക്കെ, ആ ലാസ്റ്റ് പോയിന്റിലാണ്. ദാറ്റ് മീൻസ് ആ ഗോൾഡൻ റേഷ്യോയുടെ ആ പോയിന്റിലാണ്. സോ മോസ്റ്റ് ചാൻസസ് പ്രൈസ് ഇവിടുന്ന് ഒരു ബൗൺസ് തരും. ബൗൺസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ റെസിസ്റ്റൻസ് 25,975, 26,000 ആ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി 1 hour ചാർട്ടിൽ നമ്മൾ പോയി ലെഗ് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ നമ്മുടെ ആ ഒരു ലെഗ് ഇത് ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, യെസ് 1 hour ചാർട്ടിൽ ഇത് തന്നെ കണ്ടോ, 26,000 മാക്സ് 26,650 ആണ് റെസിസ്റ്റൻസ് കാണുന്നത്. സോ ഈ 0.6182 to 0.786 ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി 26,650 അത് കറക്റ്റ് നമ്മുടെ ആ ഏരിയയിൽ സിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ മോസ്റ്റ് പ്രോബ്ലി ചാൻസസ് ഉണ്ട് അവിടെ ഒരു പോയിട്ട് വീണ്ടും ഒരു സെൽ ഓഫ് ബൗൺസ് കിട്ടിയാലേ മാത്രമേ, ഓക്കെ, ഫസ്റ്റ് ബൗൺസ് കിട്ടണം, എന്നിട്ടേ പിന്നെ ബാക്കി നമ്മുടെ സെൽ ഓഫ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ ദെൻ താഴേക്ക് വീണ്ടും ബിയറിഷ്നെസ് തുടങ്ങും. റീസൺ ഇനി ഈ ലെഗ് നമ്മുടെ എവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്നല്ലേ കൗണ്ട് ചെയ്തേക്കുന്നത്, അറിയാലോ. 1, ഓക്കെ, 2, 3, ഓക്കെ, ഇനി 4 താഴേക്ക് വരണം. ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ദെൻ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ബട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം. അത് പിന്നത്തെ ഒരു കാര്യമാണ്. 25,500 ആ ഒരു റേഞ്ച് വരെ വന്നിട്ട് ഇനി ഈ ഏരിയയിൽ ഇതൊക്കെ സപ്പോർട്ട് സോണായിട്ട് അങ്ങനെ മാറും. കൺസോളിഡേഷൻ ഫേസ് ഉണ്ടല്ലോ ഇവിടെ ഇതൊക്കെ. ഓക്കെ, സോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യണമെങ്കിൽ ദെൻ നമുക്ക് നെക്സ്റ്റ് ലെഗ്, അല്ലെങ്കിൽ അത് ഐ തിങ്ക് ഈ വീക്ക് അല്ല നെക്സ്റ്റ് വീക്കിലത്തെ കാര്യമാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് താഴേക്ക് വരട്ടെ. ഓക്കെ, ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ ചാൻസ്, സോ ഫസ്റ്റ് സപ്പോർട്ട് നമ്മുടെ ഇത് തന്നെയാണ് 25,630, 620 ആണ്, 650 ആണ്. ഓക്കെ, 620. അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 minutes ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെവൽ സപ്പോർട്ട് സോൺ വരുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ. ഓക്കെ, 25,440, 25,440. ഓക്കെ, സോ സപ്പോസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് വീണ്ടും ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, കാരണം നമ്മൾ RSI നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ട RSI മുകളിലേക്ക് തന്നെയാണ് RSI. ഓക്കെ, സോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ RSI വീണ്ടും ഒരു സപ്പോർട്ട് തന്നെ എടുക്കുകയുള്ളൂ. സപ്പോർട്ട് എടുത്ത് വീണ്ടും ബൗൺസ് വരും. സോ RSI ഒരു ബൗൺസ് ആണ്, ഒരു മുകളിലേക്കാണ് ഡൈവർജൻസ്. സോ RSI ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് ഡൗൺ വന്നാൽ ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യും, ഓർ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു സെൽ ഓഫ് വരും. ഓക്കെ, സോ അതാണ് നമ്മുടെ നിഫ്റ്റിയിൽ ഇത്ര എനിക്ക് പറയാനുള്ളത്. നിഫ്റ്റി എന്തായാലും സ്ലോലി താഴേക്ക് വന്നിട്ട് ഇവിടെ ഈ റേഞ്ചിൽ വന്നിട്ടായിരിക്കും ബാക്കി. ഓർ സപ്പോസ് ഇനി ഇതിൻ്റെ അബവ് പോയാൽ 26,620, 26,062 അബവ്, സപ്പോസ് ഇതിൻ്റെ അബവ് പോയാൽ ഇതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആവും, പിന്നെ മുകളിലത്തെ ലെവൽസ് വീണ്ടും ആക്റ്റീവ് ആവും. ഓക്കെ, അത് പിന്നത്തെ കാര്യമായി. എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഗ്യാപ്പ് അപ്പ് സംതിങ് എന്തെങ്കിലും കാണും. യെസ്, ഗ്യാപ്പ് അപ്പ് ചിലപ്പോൾ വരാൻ ചാൻസസ് ഉണ്ട്, ബട്ട് ഇത്ര വരെ കാണുന്നത്. ഓക്കെ, സോ ഇനി ഇത്ര ഉള്ളൂ നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ കിടക്കാം. ബാങ്ക് നിഫ്റ്റി പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം വീഡിയോസ്. ഞാൻ നിങ്ങളെ കൂടി നന്നായിട്ടൊരു എക്സ്പ്ലനേഷൻ നിങ്ങളെ കൂടി ഷെയർ ചെയ്യാറുണ്ട്. സോ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ മോർണിംഗ് ഇന്ന് കണ്ടോ? ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗ് കണ്ടോ? ബാങ്ക് നിഫ്റ്റി സഡൻ ചെറിയ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. സഡൻ പ്രൈസ് മുകളിലേക്ക് സൈഡ് ഷൂട്ട് ചെയ്തു, ദെൻ വീണ്ടും സൈഡ് വേസ് ആണ്. ഇത് ഓവറോൾ അവർ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൺസോളിഡേഷൻ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ചാൻസസ് ഉണ്ട് ഇനി ഒരു മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും റെസിസ്റ്റൻസ് ലൈൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ഇത് റെഡാക്കി മാർക്ക് ചെയ്ത് വെക്കുക. 53,110 ആണ്. ഓക്കെ, ഇത് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ റെസിസ്റ്റൻസ് വരുന്നത് ഇത് തന്നെ 53,364. അതുകൂടി റെഡാക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇനി ഈ സപ്പോർട്ട് അത് ഇവിടത്തേക്ക് വെച്ചോളൂ കേട്ടോ. ബാക്കി ഇതിൻ്റെ ഇടയിലും മൊത്തം കൺസോളിഡേഷനാണ്. 52,830 ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ താഴത്തെ ലെവൽ ആക്റ്റീവ് ആവുള്ളൂ. താഴത്തെ ലെവൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 52,625. ആൻഡ് ഇനി അതുകൂടി ബ്രേക്ക് ചെയ്താലേ 15 minutes ടൈം ഫ്രെയിമിൽ അതുകൂടി ബ്രേക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് 52,400.
യെസ്. ഓക്കെ, ഇതേ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഈ രണ്ട് ക്യാൻഡിൽ കൺസോളിഡേഷൻ നടന്നല്ലോ, ആ ഒരു ലോ അത് സപ്പോർട്ടാണ്. സോ ഗ്രീൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്താൽ ദെൻ അത് കഴിഞ്ഞിട്ട് ദെൻ ഈ ഒരു ലെവലാണ് നമ്മുടെ ഈ വീക്കിൻ്റെ ലോ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ വീക്കിൻ്റെ ലോ 52,200 ആ ഒരു വിഗ് ഫുള്ള്. ഓക്കെ, ആ ഒരു വിഗ് ഫുള്ള് നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ മാറും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ എത്ര ഉള്ളൂ? ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലും സെയിം ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ. ഓക്കെ, ഗ്യാപ്പ് അപ്പ് എവിടെ 53,120 or 10 അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ മുകളിലത്തെ ലെവൽ ആക്റ്റീവ് ആവുള്ളൂ. 53,360 ആൻഡ് ദെൻ അതിൻ്റെ അബവ് പോയാൽ മാത്രമേ അപ്പ് സൈഡ് പോകുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും രജിസ്ട്രേഷൻ കിട്ടാനുള്ള ചാൻസസ് ആണ്. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് രണ്ട് ഇൻഡെക്സിൽ ഗ്യാപ്പ് അപ്പ് ഒരു മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു സെൽ ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അപ്പ് സിനാരിയോ മാറി. സോ രണ്ട് ടൈപ്പാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഇപ്പോൾ വോളറ്റിലിറ്റിയിൽ കുറച്ച് കൂടുതലാണ്. സോ കാരണം കാരണം ഒരു ചെറിയ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു സോ മച്ച്.